എൻ്റെ പേര് നീതു ഷിജോയ്. ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു. ഇന്നിവിടെ ഈ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ കഴിഞ്ഞ വർഷം 2023 ജനുവരി 2 തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ സാഹചര്യമുണ്ടായത് ഹസ്ബൻഡിൻ്റെ ഇളയമ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അത് കഴിഞ്ഞ് കൃപാസനത്തിൻ്റെ പത്രം എൻ്റെ വീട്ടിൽ കിടക്കുന്നത് കണ്ട് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ വായിച്ചു നോക്കിയെങ്കിലും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം യൂട്യൂബ് തുറക്കുമ്പോൾ എപ്പോഴും എനിക്ക് വന്നിരുന്നത് കൃപാസനത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അത് എനിക്ക് ഇവിടെ വരാൻ വേണ്ടിയുള്ളൊരു നിമിത്തമാണെന്ന് തോന്നി. അങ്ങനെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥനയും തുടങ്ങിയിരുന്നു. ഉടമ്പടിയിൽ ആദ്യ നിയോഗമായി വെച്ചത് ഞങ്ങൾക്കൊരു ധാരാളം കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകൾ തീർക്കാൻ ഒരു വഴി കാണിച്ചു തരണമെന്നാണ്. വീട് വിറ്റിട്ട് കടം തീർക്കേണ്ടി വരരുത്, വീട് വിൽക്കാണ്ടിരിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എങ്കിൽ പോലും ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാതെയായി. വീട് വിറ്റാൽ മാത്രമേ കടങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ കടബാധ്യതകൾ തീർക്കാൻ വീട് വിറ്റിട്ടാണ് സാധിക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും തീർത്ത് തരണേന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് അപ്പോഴാണ് അങ്ങനെ വീട് വിൽക്കണമെന്ന് കരുതിയത് തന്നെ. ആ പ്രാർത്ഥിച്ച ഒരു 2 ദിവസത്തിന് ശേഷം തന്നെ ഞങ്ങൾക്ക് ആ വീടിനുള്ള ടോക്കൺ ലഭിച്ചു. കഴിഞ്ഞ മെയ്നുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നടന്നു. അതുവഴി ഒരുപാട് ബാധ്യതകൾ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. പിന്നെ കോവിഡ് ആയപ്പോൾ തുടങ്ങി ഹസ്ബൻഡിന് വർക്കുകളില്ലാതിരിക്കുകയായിരുന്നു. ഹസ്ബൻഡിന് കൺസ്ട്രക്ഷൻ വർക്കാണ്, കോൺട്രാക്ടറായിരുന്നു. ഫ്ലഡ് തുടങ്ങി പ്രശ്നങ്ങളുണ്ടെങ്കിലും കോവിഡ് ആയപ്പോൾ മുതൽ ഒരു വർക്കുകളും ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. വർക്കുകൾ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വച്ചിരുന്നെങ്കിലും അതും നിയോഗത്തിൽ സാധിച്ചു കിട്ടിയില്ല. പക്ഷേ വരുന്ന വർക്കുകളെല്ലാം തന്നെ മുടങ്ങിപ്പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ വർക്കുകൾ കിട്ടുന്നത് നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകുന്നതാണ്, വിദേശത്തോട്ട് പോകുന്നതാണ് നല്ലതെങ്കിൽ അങ്ങനെ ഒരു വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പോകുന്ന വഴി തന്നെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് ജോലിയുമായി ഒരു കോൾ വന്നിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വേഗം തന്നെ ഹസ്ബൻഡിന് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് പോയിരുന്നപ്പോൾ ഇവിടുത്തെ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയിരുന്നത്. കൊണ്ടുപോകുന്ന ഡോക്യുമെൻറ്റ്സിലെല്ലാം തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് എല്ലാമാണ് പോയിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാവുകയും അതുവഴി ജോലി ലഭിക്കുകയും ചെയ്തു. അന്ന് ഇൻ്റർവ്യൂ പാസ്സായവരിൽ ഹസ്ബൻഡിന് മാത്രമാണ് പോകാൻ സാധിച്ചത്. കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും ഇപ്പോഴും പോകാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ അവിടെ ആർക്കും കിട്ടാറില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ITI ക്വാളിഫിക്കേഷനേ ഉള്ളൂ. അവിടെ എടുക്കുന്നത് BTech അല്ലെങ്കിൽ MTech ക്വാളിഫിക്കേഷനുള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എല്ലാമായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഗൾഫ് എക്സ്പീരിയൻസും ഇല്ല, ഈ ക്വാളിഫിക്കേഷനും ഇല്ല. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവിടെ ജോലി കിട്ടിയത് തന്നെ. എന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ പോലും പാസ്സാകാൻ മാതാവ് സഹായിച്ചു. കാശ് രൂപം കൊണ്ട് പോയാണ് ഇൻ്റർവ്യൂ എഴുതിയിരുന്നത്. മാതാവായിരിക്കണം ഇൻ്റർവ്യൂ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുള്ള ഫലം മാതാവ് അപ്പം തന്നെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. ഇൻ്റർവ്യൂ കിട്ടിയതായിട്ട് അപ്പോൾ തന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ആ ജോലി ശരിയായി. അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാവിൻ്റെ വീട് വിൽക്കുന്ന കാര്യമായിരുന്നു. അതും വർഷങ്ങളായിട്ട് നോക്കിയിട്ട് സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഇവിടെ വന്ന് നിയോഗം വച്ചതിലൂടെ അത് നടന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ അത് നടക്കുകയും ചെയ്തു. പിന്നെ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെക്കാത്തൊരു കാര്യമാണ്, ഒരു 5 വർഷത്തോളമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ മൈഗ്രെയിൻ വന്നിട്ടില്ല. അതുപോലെ മാതാവിൻ്റെ പ്രസൻസ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുമായിരുന്നു. ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സുഗന്ധാഭിഷേകം ഉണ്ടാവുമെന്ന് അറിയുമ്പോൾ അങ്ങനെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കും. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. പക്ഷെ ഞാൻ വിചാരിച്ചു അതെൻ്റെ തോന്നലാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടുള്ള തോന്നലാണെന്ന് വിചാരിച്ചിരുന്നത്. ഞാനതത്ര കാര്യമാക്കിയില്ല. അന്ന് തന്നെ ധ്യാനത്തിൻ്റെ സമയത്ത് എനിക്ക് കൂടാൻ പറ്റാറില്ല, ഇടവിട്ടാണ് കൂടാൻ പറ്റാറ്. ആ സമയത്ത് ധ്യാനം കൂടിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ പിന്നെയും ഈ സുഗന്ധാഭിഷേകം ഉണ്ടായി. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോന് 3.5 വയസ്സേ ഉള്ളൂ. മോൻ മാതാവിനെ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ അംഗനവാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു ദിവസം പോകാൻ മടി കാണിച്ച് എന്നോട് ആദ്യം ചോദിച്ചു, എൻ്റെ കൂടെ അമ്മ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ വരാം. അപ്പോൾ എൻ്റെ കൂടെ മാതാവും വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാതാവും മോൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ ആ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് മോനെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ റൂമിൽ റെഡി ആവാൻ വേണ്ടി കയറാൻ നേരം റൂമിൽ നല്ല സുഗന്ധാഭിഷേകം ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ മോനെ കൊണ്ടുവരാൻ പോകുന്ന വഴി മുഴുവനും അംഗനവാടിയിലെത്തി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയും ഈ സുഗന്ധാഭിഷേകം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായൊരു ധൈര്യം ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ ആരുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉള്ളൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ പത്രം വാങ്ങിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കാറ്. എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഇവിടുത്തെ കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകാറ്. അതുപോലെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചും ആണ് പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഭക്ഷണം ഉണ്ടാക്കി പലർക്കും കൊടുക്കാറുണ്ട്. വൃദ്ധസദനങ്ങളിൽ പോയി അവിടെയുള്ളവർക്കും ഭക്ഷണം കൊടുക്കും. പറ്റാവുന്നതുപോലെ തന്നെ മറ്റുള്ളവരെ പൈസ കൊണ്ടായിട്ടാണെങ്കിലും ഭക്ഷണമായിട്ടാണെങ്കിലും എല്ലാം സഹായിക്കാറുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ബൈബിള് ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിള് വായിക്കാൻ തുടങ്ങി. ദിവസവും അരമണിക്കൂർ വീതം ബൈബിള് വായിക്കും. ജപമാല ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കാണാതെ അറിയില്ല, ഞാൻ ഫോൺ നോക്കിയിട്ടാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറ്റുമ്പോഴൊക്കെ തന്നെ പള്ളിയിൽ പോവും. ഇവിടുത്തെ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇതിനെല്ലാം അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനമാണ്. ഒരിക്കലും ഒരു കടബാധ്യതയിൽ നിന്ന് തങ്ങൾക്ക് മോചനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള അത്രയും മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള ഏകമാർഗം തങ്ങളുടെ വീട് വിൽക്കുകയാണെങ്കിൽ അതെങ്കിലും ഒന്ന് നടക്കണം. ആ ഒരു നിയോഗമാണ് പിന്നീട് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ പിന്നീട് ടോക്കൺ ലഭിക്കുകയും കടബാധ്യതകൾ ഏറ്റവും വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ചു. എന്നാൽ ഇവർക്ക് വീണ്ടും ഒരു വരുമാന മാർഗമില്ല. അത് പരിശുദ്ധ അമ്മ അറിയുന്നു. അമ്മ പെട്ടെന്ന് തന്നെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, മറ്റുള്ള എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളുടേതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ തൻ്റെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകുന്നതിന് പിന്നീട് എങ്ങനെയാണ് ഒരു ചാൻസ് വരുന്നത്? നല്ല ജോലി നല്ല ശമ്പളത്തോടെ അവിടെ കിട്ടുകയാണ്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട വീട് ലഭിക്കുവാനായിട്ട് തങ്ങളുടെ കടബാധ്യതകൾ വീണ്ടും തങ്ങളെ അലട്ടാതിരിക്കുവാൻ എങ്ങനെയാണ് അമ്മ ഇവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നത്? അതിനുശേഷം പിന്നീട് ഈ മകൾക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയോട് അമ്മ ഒന്ന് കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോഴേ അമ്മ സാന്നിധ്യമായിട്ട് അമ്മ വരികയാണ്. നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര സ്പീഡപ്പ്